യാത്ര തുടരുകയാണ്. കഴിഞ്ഞ കുട്ടിക്കാനം എപ്പിസോഡ് കുട്ടിക്കാനം ജംഗ്ഷനിൽ വെച്ചാണ് ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഇനിയും കുട്ടിക്കാനം ജംഗ്ഷനിൽ നിന്നും പീരുമേട് റൂട്ടിലെ കുട്ടിക്കാനം തട്ടത്തിക്കാനം പൈൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങ് ദൂരെ കാണുന്നത് കുട്ടിക്കാനം മരിയൻ കോളേജിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. പീരുമേട് പാമ്പനാർ വണ്ടിപ്പെരിയാർ കുമളി റൂട്ടാണിത്. റോഡിന് വലതുഭാഗത്ത് കാണുന്നത് കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റാണ്. ഇവിടെ വനംവകുപ്പിൻ്റെ ഒരു എക്കോ ഷോപ്പൊക്കെ ഉണ്ട്. കുട്ടിക്കാനത്തിൻ്റെ ഉൾഗ്രാമ വഴികളിലൂടെയുള്ളൊരു യാത്രയാണിപ്പോൾ.
എന്തോടാ 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 എന്തോ 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 നമ്മുടെ സ്നേഹം കണ്ടോ? ഇവിടുത്തെ വിശാലിൻ്റെ വളർത്തുനായ്ക്കളാണിത്. എന്തോടാ എന്തോടാ എത്ര നാളാടാ ഇതിനെ കണ്ടിട്ട്? ഹലോ എന്തുണ്ട്? എവിടെ വാ 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 ചോറൊക്കെ ഉണ്ടോ? കം കം. ഹായ്. ശ്രേയുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഇതിനെ ഓർമ്മയുണ്ടോ? തീരെ കുഞ്ഞായപ്പോഴോ നമ്മുടെ അവിടെ വന്ന് അതിന്റെ നന്ദിയുണ്ട് ഇപ്പോഴും അവനോ. ചെറിയ ചാറ്റൽ മഴയും തണുപ്പും കാരണം അമ്മ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. What a beauty. ഭയങ്കര അട്ടശല്യമല്ല. വിശാലിനെ കടിച്ചോ? എന്റെ കാലം ഒരു 2 എണ്ണത്തിനെ കടിക്കാൻ എന്റെ കാലം 2 എണ്ണം ഉണ്ടായിരുന്നു, എടുത്ത് കളഞ്ഞു. മഴ സീസണിൽ ഈ കാണുന്ന അതിഥി ഇവിടെ ധാരാളമായി കാണും. ഫോണ് പോയോ? നമ്മുടെ ശരീരത്ത് പിടിച്ച അല്പം രക്തമൊക്കെ കുടിക്കും, അത്രയേ ഉള്ളൂ. ശല്യം ഒന്നും ചെയ്യില്ല. അടിക്കുന്നത് നല്ലതാ, ചിലത് കടിച്ചാലേ താഴെ പോയി കേട്ടോ. ചിലത് എന്റെ വണ്ടിയുടെ ബാറ്ററി പോയ 1000 രൂപ വേണം വാങ്ങിക്കണം. ഇന്ന് സംഭവിച്ചതാ. ഇതാണ് അവിടെ അടിച്ചു വെച്ചേക്കുന്നത്. ഞാനിവിടെ രാവിലെ പോലെ കിടന്നോണ്ട് വായിച്ചു നോക്കിട്ട് ഒരു രക്ഷയില്ല. എന്റെ ആ കുറ്റി ഉണ്ടല്ലോ, അത് ഈ അലുമിനിയം അല്ലേ ഉരുക്ക്, എന്നാൽ അതേ തൽക്കാലം കയറ്റി വെച്ച് നോക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. കാരണത്ത് അങ്ങനെ ആയിപ്പോയി. വരാറായി. കുട്ടികളൊക്കെ ഉണ്ടോ സ്കൂളില്? എത്ര പേരൊക്കെ? ഇപ്പം 6 വരെ ആയുള്ളൂ. കഴിയണം. 6ാം ക്ലാസ് വരെ അല്ല, പിന്നെ 6 പേര് മൊത്തം അംഗൻവാടിയില്ലേ? ഓ, സ്കൂളല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജയയുടെ ലൈക്കും കമന്റും ഒക്കെ കാണുന്നുണ്ട് ഫേസ്ബുക്കില്. ഇത് കുട്ടിക്കാനത്തെ വിശാലിന്റെ ഭാര്യ ജയ. എവിടെ അംഗൻവാടി? പീരുവാട് അംഗൻവാടി. അവിടെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു, അത് കണ്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയതാ. പക്ഷെ ഉണ്ട് അവിടെ സ്ഥിരം വരെ 2 ദിവസം കഴിഞ്ഞിപ്പം നല്ല മഴ. ഇവിടെ നല്ല വെയിലായിരുന്നു. അവിടെ ഉണ്ട് അമ്മ. ഞാൻ കണ്ടില്ലായിരുന്നു കേട്ടോ. അറിയത്തില്ല. വിശാലിന്റെ ഭാര്യ ജയ. തണുപ്പാണോ? തണുക്കുന്നുണ്ടോ? കുഴപ്പമില്ലല്ലോ. ആ, ഇവിടുന്ന് പോന്നോ അതോ ഇവിടെ ഒരു ദിവസം കിടക്കുന്നോ? നിങ്ങളെന്താ ഇങ്ങനെ ചെയ്യുന്നു? നിങ്ങൾ ചെയ്യുന്ന പോലെ ഞാനും. ശരി ശരി. പായൽ പിടിച്ചിടക്കാം, വീഴും. വീട് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുന്ന് എത്താൻ പോലെ നല്ല ക്ലിയർ.
കുട്ടിക്കാനത്തെ ഏലക്കാടുകൾക്കിടയിലൂടെ ചെറിയൊരു സഞ്ചാരം. നേരെ മുകളിൽ കാണുന്നത് കുട്ടിക്കാനത്തെ പൈൻ ഫോറസ്റ്റ്, അതിൻ്റെ താഴെ കൂടെ കോട്ടയം കുമിളി റോഡ്. അവിടെ കാണുന്നത് മരിയൻ കോളേജ് കുട്ടിക്കാനം. നല്ല മഴ സീസണിൽ ചെറിയ അട്ടശല്യം ഉണ്ടാകും. അതുപോലൊക്കെ വളരെയധികം പക്ഷികളെ ചില സമയങ്ങളിലൂടെ കാണാം. കാട്ടുകോഴി, മയിലുകൾ ഒക്കെ കാണാം. കുട്ടിക്കാനത്തെ ഇടവഴിയിലൂടെ ഒരു മഴക്കാല യാത്ര. ഏലക്കാടുകളും ചില സമയങ്ങളിൽ കോടമഞ്ഞ് വന്ന് ഇവിടെയെല്ലാം അങ്ങ് മൂടും. ഇവിടുന്ന് തിരികെ മടങ്ങുകയാണ്. ഇനിയും കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിൽ പോയി അവിടുത്തെ അല്പം കാഴ്ചകൾ കണ്ട് തിരിച്ച് കോഴഞ്ചേരിയിലേക്ക് ഞങ്ങൾ മടങ്ങുകയാണ്. കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലെ കാഴ്ചകളാണിത്. കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലെ ഒരു വെള്ളച്ചാട്ടം. മഴ തുടരുന്നതിനാൽ ഞങ്ങൾ തിരികെ കോഴഞ്ചേരിയിലേക്ക് ഇനി മടങ്ങുകയാണ്. കാലാവസ്ഥ എങ്ങനെയുണ്ട്? നല്ല ക്ലൈമറ്റ്, നല്ല തണുപ്പ്, മഞ്ഞ്. മഞ്ഞഞ്ഞ ഉണ്ടല്ലേ? മഞ്ഞഞ്ഞ ഉണ്ട്, ചെറിയ മഴ, ചാറ്റൽ മഴയുണ്ട്. അമ്മേ വിളിക്കുന്നു. ആരാ?
എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് യാത്ര നല്ലതാ. സായാഹ്നം 6:30യോടുകൂടി ഞങ്ങൾ കോഴഞ്ചേരിയിലെ വീട്ടിലെത്തിച്ചേർന്നു. രണ്ടുപേരും കൂടെ എവിടെ പോയതായിരുന്നു? കുമളി പോയതായിരുന്നു. ആ കയറിക്കോ.